ദൈവനാമത്തിന് മാത്രമാകട്ടെ. എല്ലാവർക്കും നല്ലൊരു വിശുദ്ധ ശബത്ത് നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ പഠിച്ചു നിർത്തിയത് 5-ാം മുദ്ര പാതിൽ വെച്ചാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുണ്ട് വളരെ പ്രധാനപ്പെട്ട സത്യങ്ങൾ. വിശുദ്ധ ശബത്തിൻ്റെ ആ നന്മയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ സത്യങ്ങളെ ചിന്തിക്കാം. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളെ പാത്തിട്ട് പിതാവേ, അടികൾ 5-ാം മുദ്രയുടെ വീണ്ടും ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നു. ദൈവമേ, ഇതിൽ മുങ്ങിത്തപ്പിയാൽ അടികൾക്ക് രത്നങ്ങൾ കിട്ടുമെന്ന് അടികൾ വിശ്വസിക്കുന്നു. അടികൾ മുങ്ങിത്തപ്പാൻ പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഇരിക്കണം. ദൈവം നമ്മോട് സംസാരിക്കുകയും ആ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അടിയങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ച പോലെ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറുവാനും ആബേലിനെ പോലെ സ്തെഫനോസിനെ പോലെ അടിയങ്ങൾ ജീവിതം കൊണ്ട് തന്നെ ലോകത്തിൽ ദൈവം എന്താകുന്നുവെന്നും തിരുവചനം എന്താകുന്നുവെന്നും ലോകം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന തെറ്റിലാകുന്നതെന്നും ലോകത്തിന് മനസ്സിലാക്കാൻ അടിയങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കാൻ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യേശുനാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് സമയമില്ല. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ നേരെ പോവുകയാണ്. ആ വാക്യങ്ങൾ നമ്മൾ 10 വരെയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. 6, 9, 10 നമ്മൾ ചിന്തിച്ചു. രക്തസാക്ഷികൾ, രക്തസാക്ഷി തമ്മിലുള്ള ബന്ധം, ആത്മാക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ആത്മാവ്, യാഗപീഠം എന്ന് പറയുന്നത് എന്താകുന്നു, പീഠം എന്ന് പറയുന്നത് എന്താകുന്നത്, യാഗപീഠമാണ്, ധൂപപീഠമല്ല, അത് പ്രാകാരത്തിലാണ്, അത് ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ 11-ാം വാക്യത്തിലേക്ക് വരാം. ഇവിടെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്ത് അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. അപ്പോൾ ഈ തിരുവചനത്തിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് കാണുന്നത് രക്തസാക്ഷികൾക്ക് 2 ഘട്ടമുണ്ട്. 2 സമയക്രമങ്ങൾ. 2 ഗ്രൂപ്പ് ഓഫ് മാർട്ടിയേഴ്സ്, 2 ഗ്രൂപ്പ് ഓഫ് മാർട്ടിയേഴ്സ്, 2 ഗ്രൂപ്പ് രക്തസാക്ഷികൾ. ഒന്ന് കഴിഞ്ഞ കാലത്തിലും ഇനി ഒന്ന് വരാൻ പോകുന്ന കാലത്തിലുമാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ 2 ഗ്രൂപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ വേണം. കാരണം ഈ വാക്യം എന്താണ് പറയുന്നത്? അപ്പോൾ അവരിൽ ഒരുത്തൻ വെള്ള നിലയെങ്കിൽ അവർക്ക് കൊടുത്തു. എന്താണ് ഈ വെള്ള നിലയെങ്കിൽ നമ്മൾ ഇതിൻ്റെ അവസാനം പഠിക്കുന്നതായിരിക്കും. അവരെ പോലെ കൊല്ലപ്പെടാനിരിക്കുന്ന ആരെ പോലെ? അപ്പോൾ ഇനി ആരോ കൊല്ലപ്പെടാനിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുമ്പോൾ 2 ഗ്രൂപ്പ്, അവരെ പോലെ കൊല്ലപ്പെടാനിരിക്കുന്ന. അപ്പോൾ അവരും ഒരു ഗ്രൂപ്പ്, ഞാനും ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ ഇത് ഒരു ഇലിസ്ട്രേഷനായിട്ട് പറയാണ്. അവർ കൊല്ലപ്പെട്ടു, ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു. ആ സംഖ്യ വന്ന് തികയോളം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വസ്ഥമായി പാർക്കണം. സ്വസ്ഥമായി പാർക്കണം എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ ജീവനോട് ഇരിക്കുന്നതാണോ? അല്ല, അതിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് രക്തസാക്ഷികൾ എപ്പോഴാണ് മരിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യത്തിലാണ് ആദ്യത്തെ ഗ്രൂപ്പ് രക്തസാക്ഷികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ഈ സമയക്രമം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചതാണ്. കാലങ്ങൾ, കാലാംശം കാലം എന്ന് പറയുന്ന 1 വർഷം, കാലങ്ങൾ എന്ന് പറയുന്നത് 2 വർഷം, കാലാംശം എന്ന് പറയുന്നത് അര വർഷം. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1260 ദിവസമാണ്. പ്രവചനം അനുസരിച്ച് 1 ദിവസം 1 വർഷം. അപ്പോൾ 1260 ദിവസം എന്ന് പറയുന്നത് 1260 വർഷമാകുന്നു. അപ്പോൾ ഈ ശക്തി എന്ത് ചെയ്യും? വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും, അല്ലെങ്കിൽ അവരെ കൊന്ന് കളയും, ദൈവത്തിന് വിരോധമായി. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് എപ്പോഴാകുന്നു കൊല്ലപ്പെടുന്നത്, രക്തസാക്ഷികളാകുന്നത്? 1260 വർഷക്കാലം. 538 മുതൽ 1798 വരെയാണ് ഈ സമയം. ഇതേ സമയക്രമത്തെ വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം 5-ലും 7-ലും നമ്മൾ കാണുന്നു. വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം 5-ലും 7-ലും വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. എത്ര മാസം? 42. ഞാൻ അതിലേക്ക് കടക്കാം. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അവരെ അധികാരം
ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അപ്പോൾ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ, അല്ലെങ്കിൽ ടു ഓവർകം ദം, ദൈവമാണ് അനുവാദം കൊടുത്തത്. ഇവരെ കൊന്നൊടുക്കാനുള്ള അനുവാദം നൽകിയത്. അല്ലാതെ ദൈവം പറഞ്ഞിട്ടല്ല കൊന്നൊടുക്കിയത്, ദൈവം അനുവാദം നൽകി അവരുടെ വിശുദ്ധന്മാർ സ്വന്തം ജനത്തിൻ്റെ ജീവൻ എടുക്കുവാനായി. ദൈവം അന്ന് അനുവാദം നൽകിയതുപോലെ ക്രിസ്തു ക്രൂശിൽ കിടന്ന് നമുക്ക് വേണ്ടി മരിക്കുന്നത് പോലെ ദൈവം അനുവാദം നൽകി. ദൈവത്തിന് ദുഃഖകരമാണ്, പക്ഷേ അത് ദൈവത്തിന് ചെയ്തേ മതിയാവും. അത് എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ പറയുന്ന 42 മാസം, ഒരു വർഷം 12 മാസമാണ്. 2 വർഷം 24, 3 വർഷം 36, അര വർഷം 6, 36 + 6 42, അപ്പോൾ 3.5 വർഷം. 3.5 വർഷം എന്ന് പറയുന്നത് 1260 ദിവസം. 1260 ദിവസം എന്ന് പറയുന്നത് 1260 വർഷം. അപ്പോൾ അതേ സമയക്രമം അവിടെയും വിശുദ്ധന്മാർ നശിപ്പിക്കപ്പെടും. അവിടെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലെ ചെറിയ കൊമ്പാണെങ്കിൽ ഇവിടെ ഒരു മൃഗമാണ്, ജലത്തിൽ നിന്നും വന്ന മൃഗം. പക്ഷേ രണ്ടും ഒരേ സമയക്രമത്തെ പറ്റി ഒരേ കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പം നമുക്കൊന്ന് ഇതുവരെ നമ്മൾ ചിന്തിച്ച് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഇതുവരെ ചിന്തിച്ച ആദ്യത്തെ മുദ്രകൾ, 4 മുദ്രകൾ, ഇത് നമ്മൾ 5ാമത്തെ മുദ്രയാണ്. ആദ്യത്തെ 4 സഭകളോട് ഒത്തുപോകുന്നു. വെള്ളക്കുതിര ആദ്യം നമുക്കുണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭ എഫെസസ് സഭയിലായിരുന്നു. ചുമന്ന കുതിര കാണിച്ചത് ഉപദ്രവിക്കപ്പെട്ട സഭയാണ്, റോമൻ ശതാധിപന്മാരാൽ, റോമൻ അധികാരിമാരാൽ സ്മിർന സഭയെ കാണിച്ചിരുന്നു. കറുത്ത കുതിര കാണിക്കുന്ന പെർഗമോ സഭയാണ്. കാരണം അത് സഭ എന്ത് ചെയ്തു? വിശ്വാസത്യാഗം സംഭവിച്ചു. ആ വിശ്വാസത്യാഗം എന്തിലേക്ക്? മരണത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് നമ്മൾ മഞ്ഞ കുതിര അല്ലെങ്കിൽ പേൾ ഹോസ്റ്റൽ കണ്ടത്. അത് സമാനമായി പോകുന്നത് തയാത്തീര സഭയോടാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തയാത്തീര എന്ന സഭയാണ് നമ്മൾ ഈ 5ാമത്തെ മുദ്ര കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ 4ാമത്തെ മുദ്രയിലേക്ക് പോയാണ്. 4ാമത്തെ മുദ്രയിൽ നമ്മൾ കാണുന്ന 4ാമത്തെ മുദ്ര ഏതിനോട് സമാനമാണ്? തുയത്തൈര സഭ അല്ലെങ്കിൽ തയാത്തീര. അപ്പോൾ ഇന്ന് നമ്മൾ തയാത്തീര സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അന്ന് പഠിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. നമ്മൾ ഇന്ന് തയത്തീര സഭയെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കുകയല്ല, അന്ന് പഠിക്കാത്ത ചില കാര്യങ്ങൾ. തയത്തീര സഭയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിലോട്ട് പോയാൽ മതി, നിങ്ങൾക്ക് ആ എപ്പിസോഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയെന്ന്, കാരണം ഈ 7 മുദ്ര ഒരു കഥയാണ്, അതിന് തുടർച്ചയുണ്ട്. അപ്പോൾ 4ാമത്തെ മുദ്ര നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 5ാമത്തെ മുദ്ര മനസ്സിലാക്കാൻ സാധിക്കും. 4ാമത്തെ മുദ്ര കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ എങ്ങോട്ട് പോകണം? 4ാമത്തെ സഭയിലേക്ക് പോകണം. 4ാമത്തെ സഭ തുയത്തൈരയാണ്. തുയത്തൈര മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രത്യേക കഥാപാത്രത്തെ എടുത്തു പറയുന്നു, ജെസബേലാണ്. നമ്മൾ ഇന്ന് ജെസബേലിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാക്യം ഇപ്രകാരം പറയുന്നു, 20-ാം വാക്യം മുതൽ. എങ്കിലും താൻ, വെളിപ്പാട് പ്രവചനം 2-ാം അധ്യായം 20 മുതൽ 23 വരെ. എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞ്, ആരെന്ന് പറഞ്ഞ്? പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും. ദുർനടപ്പ് എന്ന് പറയുന്നത് ഫോർണിക്കേഷനാണ്. മലയാളത്തിൽ ദുർനടപ്പ് എന്നാണ് ഫോർണിക്കേഷൻ. വിവാഹബന്ധത്തിന് മുൻപേ ബാക്കിയുള്ള വ്യക്തികളുമായിട്ട് കിടക്ക പങ്കിടുന്നതാണ് ഫോർണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫോർണിക്കേഷൻ എന്താകുന്നു? കാരണം ഇത് സഭ പ്രതിനിധീകരിക്കുന്നത് സിംബോളിക്കൽ ലാംഗ്വേജിലാണെന്ന് പറയുന്നത്. സഭ എന്ത് ചെയ്തു? രാജാക്കന്മാരുമായിട്ട് വ്യഭിചാരം ചെയ്തു. കാരണം യഥാർത്ഥ ഭർത്താവ് കർത്താവ് യേശു ക്രിസ്തുവാണ്. സഭയ്ക്ക് വിശ്വാസത്യാഗം സംഭവിച്ചപ്പോൾ സഭയുടെ കാര്യങ്ങൾ നടത്തുവാൻ സഭ എന്തുപയോഗിച്ചു? സിവിൽ പവർ അല്ലെങ്കിൽ സ്റ്റേറ്റ് പവർ അല്ലെങ്കിൽ സർക്കാർ നിയമത്തെ. അതാണ് ഇവിടെ ദുർനടപ്പ് ആചരിപ്പാൻ. കാരണം വെളിപ്പാട് പ്രവചനം 17-ാം അധ്യായം നമ്മൾ അവിടെയും ഒരു വേശ്യ സ്ത്രീ കാണാം. അവളുടെ പേര് മഹദിയം ബാബിലോൺ എന്നാണ്. അവൾ ഭൂരാജാക്കന്മാരോട് വ്യഭിചരിച്ചു എന്ന് വെളിപ്പാട് പ്രവചനം 17-ാം അധ്യായം പറയുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇതെല്ലാം ബന്ധപ്പെടുത്തിയാണ് ഈ വാക്യത്തിൽ നമ്മൾ അതിൻ്റെ കൂടെ ആഴത്തിലേക്ക് ഇറങ്ങിയാണ്. ആചരിപ്പാനും വിഗ്രഹാരാധന തിന്മാനും അല്ലെങ്കിൽ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുവരുവാനും ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഇസബേൽ അല്ലെങ്കിൽ ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിനക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ജെസബേൽ പിന്നെ അവിടെ പറയുന്നത് ജെസബേൽ ദുർനടപ്പ് ചെയ്തു. അപ്പോൾ ജെസബേൽ ഒരു വേശ്യ സ്ത്രീയാകുന്നു. ജെസബേലിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി. ജെസബേൽ ഒരു പ്രവാചകയും കൂടെയാണ്.
അങ്ങനെ ജെസബേൽ എന്ന് പറഞ്ഞാൽ വീഴ്ച ഭവിച്ച സ്ത്രീയാണ്, വ്യഭിചരിക്കുന്ന സ്ത്രീയാണ്. സ്ത്രീ സഭയെ കാണിക്കുന്നു, കന്യകയ സഭ ദൈവത്തിന് സത്യസഭയെ കാണിക്കുന്നു. ദുർനടപ്പുള്ള സ്ത്രീ വീണുപോയ വിശ്വാസത്യാഗം സംഭവിച്ച സഭയെ കാണിക്കുന്നു. അതാണ് വെളിപ്പാട് 17 മഹദിയാം ബാബിലോൺ എന്ന പേരുള്ള ഒരു വേശ്യ അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. 21-ാം വാക്യം, ഞാൻ അവർക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തു. പേപ്പേഴ്സിക്ക് ഒരു ടൈം കൊടുത്തു, സ്പേസ് കൊടുത്തു മാനസാന്തരപ്പെടാൻ. ഏതാണ് ആ സമയം? കാലങ്ങൾ, കാലാംശം, അല്ലെങ്കിൽ 42 മാസം എന്ന് പറയുന്നത് നമ്മൾ ദാനിയേലും വെളിപ്പാടിലും ചിന്തിച്ചു. അതായിരുന്നു അവൾക്ക് മാനസാന്തരപ്പെടാൻ കൊടുത്ത സമയം. യഥാർത്ഥ ജെസബേലിനും ഇതേപോലെ മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിരുന്നു. പക്ഷെ അവൾ തിരിഞ്ഞില്ല. കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ അവളെ കിടപ്പിലും, മലയാളത്തിൽ വായിക്കുമ്പോൾ കിടപ്പിൽ അവളോട് വ്യഭിചരിക്കുന്ന ഒരു അർത്ഥമാണ് വരുന്നത്. പക്ഷേ കിടക്കയിലേക്ക്, കാസ്റ്റ് ഹെർ ഇൻ ടു ബെഡ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ. അല്ലെങ്കിൽ കിടക്കയിലേക്ക് അവർ ഇടും എന്ന് പറയുമ്പോൾ അവൾക്ക് മരണകരമായ ഒരു മുറിവ് ഏൽക്കും. വെളിപ്പാട് പ്രവചനം 13 അനുസരിച്ച് പാപ്പാത്വത്തിന്, ആദ്യത്തെ മൃഗത്തിന് ഒരു മരണകരമായ മുറിവ് ഏൽക്കും. അവളുമായി വ്യഭിചരിക്കുന്നവർ, അവൾ വ്യഭിചാരിയാണ് എന്ന ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്ത് ചെയ്യുന്നു? അവളുമായി വ്യഭിചരിക്കുന്നവളെ. അപ്പോൾ എന്താണ് ഈ വ്യഭിചാരം കാണിക്കുന്നത്? ഫോർണിക്കേഷൻ, അഡൽട്ടറി, ചർച്ച് ആൻഡ് സ്റ്റേറ്റ് യൂണിയൻ. വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ അവളെ വലിയ കഷ്ടതയിലാക്കി കളയും. എ ഗ്രേറ്റ് ട്രിബുലേഷൻ. യഹോവയുടെ ദിവസം എന്ന് പറയുന്ന വലിയ കഷ്ടപ്പാടിന്റെ ദിവസമാണ്. 7 ന്യായവിധി വരുന്നത് എവളുടെ മേലാണ്. എവളുടെ മേലും, എവളുടെ ജനത്തിന്മേലും, എവളുടെ കൂടെ വ്യഭിചരിക്കുന്ന മേലും, എവളുടെ ആശയങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരും, എവളുടെ മുദ്ര ഏൽക്കുന്നവർക്കും. 23-ാം വാക്യം, അവളുടെ മക്കളെയും ഞാൻ കൊന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? മക്കളുണ്ട്. ആരാണ് മക്കൾ? വിശ്വാസത്യാഗം സംഭവിച്ച പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്ക്. വളരെ വളരെ ദുഃഖകരം എന്ന് പറയുന്നത്, നമ്മളുടെ 700 ചർച്ച് ഇന്ന് 1898 ആയപ്പോൾ പേപ്പസിയുടെ കാലം കഴിഞ്ഞു. 1844 ആയപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ കാലവും കഴിഞ്ഞു തിരിച്ചു വരാനുള്ള. പക്ഷെ ഇന്ന് അവ തിരിച്ചു വന്നില്ല. പക്ഷേ നമ്മളുടെ സഭ ഇന്ന് അവരുടെ ആരാധന രീതി, അവരുടെ ആരാധന ക്രമങ്ങൾ, അവരുടെ ഗാനശൈലി, ഇതെല്ലാം നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരാൻ വളരെ വളരെ താല്പര്യം കാണിക്കുന്നു. അപകടകരം. കാരണം അവൾ വീണുപോയി. മഹദിയാം ബാബിലോൺ വീണുപോയി. അവളുടെ കൂടെ അവളുടെ മക്കളും വീണുപോയി. മക്കൾ പ്രൊട്ടസ്റ്റന്റ് സഭ, കാരണം അവൾ മാതാവാണ്. ജെസബേൽ ഒരു മാതാവാണ്. വെളിപ്പാട് 17 കാണുന്ന ആ സ്ത്രീയും ഒരു മാതാവാകുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന സകല സഭകൾ അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം നൽകും. അപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഒരു കാര്യം കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ അവരെ വലിയ കഷ്ടതയിൽ ആക്കിക്കളയും. അതിനൊരു അർത്ഥം കൂടെ ഉണ്ട്. അവൾക്ക് മരണകരമായ മുറിവ് ഏറ്റത് എപ്രകാരമാണ്? ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം മൂലമാണ് അവൾക്ക് മരണകരമായ മുറിവേറ്റത്. അപ്പോൾ ഇത് ഏതിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്? അവൾ വളരെ കഷ്ടതയിലാക്കിയത് പാപ്പാത്വത്തിൻ്റെ വളരെ കഷ്ടകരമായ കാലമായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ അവർക്ക് വലിയ കഷ്ടതയിലാക്കി കളയുമെന്ന് പറയുമ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനിലേക്കാണ് ആക്കി കളയുന്നത്. അതേപോലെ അന്ത്യകാലത്ത് അവർ വീണ്ടും 7 ബാധയിലേക്ക് പോകും. പക്ഷേ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വീഴുന്നതായിരുന്നു. പിന്നെ നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അത് ന്യായവിധിയാണ്. കാരണം അവർക്ക് ഒരു കാലവും ഇരുകാലവും അറുകാലവും കൊടുത്തു. അപ്പോൾ അത് ചെന്നെത്തുന്ന 1260 വർഷമാണ്. എത്രയാണ്? 1260 വർഷം. ഈ 1260 വർഷത്തിന് ശേഷം അത് ചെന്നെത്തുന്ന 1898 കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1844 എന്ത് ആരംഭിച്ചു? ന്യായവിധി ആരംഭിച്ചു. ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റ്, പരിശോധന ന്യായവിധി. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. കാരണം ആ പരിശോധന ന്യായവിധിയിൽ അവരുടെ പ്രവൃത്തികൾ പരിശോധിക്കപ്പെട്ട് അവർക്ക് ന്യായവിധി ലഭിക്കും. അപ്പോൾ ഈ ഒറ്റ സഭയിൽ
സകല കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന സകല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജെസബേലിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചതെല്ലാം ശരിയാണെന്ന് നമുക്ക് ചിന്തിക്കാം. 1 രാജാക്കന്മാർ 18:4. 1 രാജാക്കന്മാർ 18:4. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം യേഹൂവെ സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹൂ, നിന്റെ അമ്മയായ ഇസബേലിന്റെ, അപ്പൊ ഇസബേലിന്റെ അമ്മയാണ്, വെളിപ്പാട് 17 ഇസബേലിന്റെ അമ്മയാണ്, പരസംഗവും ശൂദ്രവും. അപ്പൊ എന്ത് ചെയ്തു? പരസംഗം ചെയ്തു, അല്ലെങ്കിൽ അഡൽട്ടറി ചെയ്തു, അല്ലെങ്കിൽ ഫോർണിക്കേഷൻ ചെയ്തു. ശൂദ്രം, സോർസറി. വെളിപ്പാട് 18 അവൾ ശൂദ്രൻ ചെയ്തു എന്ന് വെളിപ്പാട് പ്രവചനം 18 വരാൻ പോകുന്ന ആ മഹദിയം ബാബിലോണിനെ കുറിച്ച്, വരാൻ പോകുന്നില്ല, ഇപ്പോൾ ആകുന്ന മഹദിയം ബാബിലോണിനെ കുറിച്ച് അവൾ ശൂദ്രം ചെയ്തു എന്ന് പറയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:4 ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ, അപ്പോൾ ഒരു പ്രോസിക്യൂട്ടിംഗ് പവറാണ്. യഥാർത്ഥ ഇസബേൽ പ്രവാചകന്മാരെ കൊന്നു. 1260 വർഷവും പ്രവാചകന്മാരെ കൊന്നു. ഒബദ്യാ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഒബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരെ ഒളിപ്പിച്ചു. അപ്പവും വെള്ളവും അവർക്ക് കൊടുത്ത് രക്ഷിച്ചു. ഈ 1260 വർഷം സ്ത്രീക്ക് കഴുകന്റെ ചെറുക് ലഭിക്കുകയും മരുഭൂമിയിലേക്ക് കൊണ്ടുപോയും അവൾക്ക് മന്ന കൊടുത്ത് പോഷിപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെയല്ലേ ഇത്? ഏലിയാവിനെ പോറ്റിയോ കാക്കയെ കൊണ്ട് അപ്പം വെച്ചിട്ട് മരുഭൂമിയിൽ ചെയ്തു. അപ്പോൾ ജെസബേൽ എന്ന് പറയുന്നത് വരാൻ പോകുന്ന അന്നുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന ശക്തിയെ നമുക്ക് തുറന്ന് കാട്ടുതരികയാണ്. യാക്കോബിന്റെ ലേഖനം 5:17 അനുസരിച്ച് വീണ്ടും ഇവിടെ ജെസബേലിനെ കുറിച്ച് പറയുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. യഥാർത്ഥത്തിൽ എന്താണ്? 3 സംവത്സരം 6 മാസം ദേശത്ത് മഴ പെയ്തില്ല. 3.5 വർഷം. 3.5 വർഷം 42 മാസം. 42 മാസം 1260 ദിവസം. പ്രവചനാത്മകമായി 1260 വർഷം. അപ്പോൾ വീണ്ടും ജെസബേൽ ഒരേ കാര്യത്തെ തന്നെ വീണ്ടും കാണിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9:7 അനുസരിച്ച്, എൻ്റെ ദാസന്മാരെ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെ രക്തത്തിനും ഇസബേലിന് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് യജമാനായ ആഹാബിന്റെ ഗ്രഹത്തെ നീ സംഹരിച്ചു കളയണം. അപ്പോൾ പ്രവാചകന്മാരെ വീണ്ടും കൊന്നൊടുക്കി അവൾക്ക് പ്രതികാരം ലഭിക്കും. ഈ സഭയ്ക്ക് ഇതേപോലെ മരിച്ചൊരു വ്യക്തിയാണ്, ഒരു നവോത്ഥാന പ്രസ്ഥാനനാണ് ജോൺ ഹസ്. വെളിപ്പാട് പ്രവചനം അവർക്ക് വാഗ്ദാനം ചെയ്തത് ഒരു വെള്ള നിലയങ്കിയാണ്, ഒരു വൈറ്റ് റോബാണ്. പക്ഷേ മരണസമയത്ത് ജോൺ ഹസിന് ലഭിച്ചത് എന്താണ്? മരണസമയത്ത് ജോൺ ഹസിന് ലഭിച്ചത് എന്താണ്? വായിക്കാം. ഗ്രേറ്റ് കോൺട്രവേഴ്സി 108 പുറം. ഗ്രേറ്റ് കോൺട്രവേഴ്സി 108 പുറം. The vestments were removed one by one, each bishop pronouncing a curse as they performed his part of ceremony. ജോണസിനെ കിട്ടിയിട്ട് കൊല്ലാൻ പോകുന്ന സമയത്ത് അവൻ്റെ ഓരോ വസ്ത്രങ്ങൾ അവർ ഓരോന്നായും ഊരിമാറ്റി. അങ്ങനെ ഊരിമാറ്റുന്ന ഓരോ പുരോഹിതന്മാരും അവൻ്റെ മേൽ ശാപവാക്ക് പറഞ്ഞു. Finally, they put on his head a cap or a pyramidal shaped mitre of paper on which painted frightful figures of demon and with the word arch heretic conspicuous in front. അപ്പോൾ ഈ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു പിരമിഡിൻ്റെ ഷേപ്പിലുള്ള ഒരു മൈറ്റർ അല്ലെങ്കിൽ ഒരു ക്രൗൺ അല്ലെങ്കിൽ ഒരു കിരീടം, പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചു. അതിൽ ഡീമസ് അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ചിത്രമാണ്. ഇത്രത്തോളം അപമാനിച്ച ജോണസ്, മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുന്ന ജോണസ്, നമ്മളാണെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ? പക്ഷെ ജോണസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നമുക്ക് ഉൾക്കൊള്ളാൻ പാടാം. അവിടെയാണ് മോസ്റ്റ് ജോയ്ഫുള്ളി സെഡ് ഹസ്, വളരെ ആനന്ദത്തോടെ ഹസ് പറയാണ്, വിൽ ഐ വെയർ ദിസ് ക്രൗൺ ഓഫ് ഷെയിം ഫോർ ദൈ സേക്ക്. ഈ നാണക്കേടിൻ്റെ കിരീടം, മകുടം ഞാൻ അണിയും. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. ഓ ജീസസ്, ഹൂ ഫോർ മീ ഡിഡ് വെയർ എ ക്രൗൺ ഓഫ് തോൺസ്. ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും ദൈവമേ ക്രിസ്തുവേ, കാരണം നീ എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചു. ഇതായിരുന്നു ജോൺ ഹസിന് താൻ രക്തസാക്ഷി ആകുന്നതിന് മുൻപ്
ജോൺ ഹസിന് ലഭിച്ച ട്രീറ്റ്മെൻറ്റ്. വളരെ അനീതിയുള്ള കാര്യമായിരുന്നു. അവനെ കോടതി വിധിക്കുന്ന സമയത്ത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞ പോലെ അവന് അനീതി മാത്രമായിരുന്നു. അവൻ്റെ എതിരെ ആയിരുന്നു തീരുമാനം. പക്ഷേ ഇതെല്ലാം 1898 മുമ്പ് സംഭവിച്ച എല്ലാ വിശ്വാസ വീരന്മാരുടെയും കഥ ഇത് തന്നെയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പരിഹാസ വിഷയമായി മാറാം, നാണക്കേട് അനുഭവിക്കേണ്ടി വരും. ഈ ചെറിയ കാര്യത്തിൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി, എനിക്ക് വേണ്ടി മുൾക്കിരീടം അണിഞ്ഞ ദൈവം, എനിക്ക് വേണ്ടി മുഖത്ത് അടി വാങ്ങിയ ദൈവം, എനിക്ക് വേണ്ടി ചാട്ട കൊണ്ട് അടി വാങ്ങിയ ദൈവം, എനിക്ക് വേണ്ടി കയ്യിലും കാലിലും മാറത്തും മുറിഞ്ഞ ദൈവത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറിയ കാര്യത്തിൽ ദൈവത്തിന് വേണ്ടി ഇരിക്കാൻ സാധിക്കും. എനിക്കിപ്പോൾ അവൻ്റെ സാക്ഷിയാകാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിലും വരാൻ പോകുന്ന കാലത്ത് നമുക്ക് അവൻ്റെ സാക്ഷിയാകാം, അല്ലെങ്കിൽ രക്തസാക്ഷിയാകാൻ സാധിക്കും. ജോൺ ഹസ് നമുക്ക് വച്ചിരിക്കുന്നത് വലിയൊരു മാതൃകയാണ്. നമ്മൾ ഇനി ഏത് കാലഘട്ടം വരെയായിരുന്നു ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് മാർട്ടിയേഴ്സ്? നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് മാർട്ടിയേഴ്സിനെ ചിന്തിക്കുകയാണ്. ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് മാർട്ടിയേഴ്സ് ഏത് കാലഘട്ടം വരെയായിരുന്നു? വെളിപ്പാട് പ്രവചനം 13-10 വെളിപ്പാട് പ്രവചനം 13-10 അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ആരാണ് എല്ലാവരും അടിമയാക്കി കൊണ്ടുപോകുന്നത്? പേപ്പസി അല്ലെങ്കിൽ പാപ്പാത്തം. അവർ അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സാക്ഷരതയും വിശ്വാസം കൊണ്ട് ആവശ്യം. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാൾ. അപ്പോൾ എന്താണ് ഈ വാൾ? റോമർക്കെതിരെ ലേഖനം 13-1-4 വാക്യാണ്. നമുക്ക് വായിക്കാൻ സമയമില്ല. അവിടെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ സർക്കാരിനെ കുറിച്ച് പറയുന്നു. 4-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം ഇങ്ങനെ പറഞ്ഞത്, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അപ്പോൾ വാൾ എന്തിനെ സൂചിപ്പിക്കുന്നു? സിവിൽ പവർ. കത്തോലിക്ക സഭ വിശ്വാസത്യാഗം ചെയ്യുന്നതുകൊണ്ട് അവൾ സർക്കാരിൻ്റെ ശക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ സിവിൽ പവർ ഉപയോഗിച്ചാണ് ഈ വിശ്വാസ വീരന്മാരെല്ലാം കൊന്നത്. അന്ന് യഹൂദന്മാർ ക്രിസ്തുവിനെ കൊന്നതും റോമാക്കാരുടെ സിവിൽ പവർ ഉപയോഗിച്ചിട്ടാണ്. 1260 വർഷം റോമൻ കാത്തലിക് ചർച്ച് റോമൻ എംപയറിൻ്റെ സിവിൽ പവർ ഉപയോഗിച്ചിട്ടാണ് വിശ്വാസ വീരന്മാരെ കൊന്നുകളഞ്ഞത്. അതേപോലെ ഒരു സിവിൽ പവർ തന്നെയാണ് പാപ്പാത്തിൻ്റെ മരണകരമായി മുറിവേറ്റത്. അതാണ് ഫ്രഞ്ച് സിവിൽ പവർ. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൂടെ വന്ന ഗവൺമെൻറ്റിൻ്റെ ശക്തിയാണ് പാപ്പാത്തത്തിന് മരണകരമായി മുറിവേറ്റത്. അപ്പോൾ ആ കാലഘട്ടം വരെ ഉപദ്രവം തുടർന്നുകൊണ്ട് പോയി. അപ്പോൾ ആദ്യത്തെ ഘട്ടമുള്ള രക്തസാക്ഷികൾ എന്ന് പറയുന്നത് 1898 വരെയുള്ളതാണ്. ഇനി നമുക്ക് വായിക്കാം വെളിപ്പാട് പ്രവചനം 6-11 ഇത്രത്തോളം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ആണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ ഓരോരുത്തരും വെള്ള നിലയെങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവരോട് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പാർക്കുക, സ്വസ്ഥമായിട്ട് നിങ്ങൾ അവിടെ ജീവിക്കുകയാണ്. പക്ഷെ അത് എവിടെയാണ് ജീവിക്കുന്നത്? യാഗപ്പെടുത്തെങ്കിൽ. അപ്പോൾ മരിച്ചവരിപ്പോഴും ഭൂമിയിൽ ജീവിക്കണം എന്നാണോ പറയുന്നത്? അല്ല. എന്താണ് യഥാർത്ഥ ഇംഗ്ലീഷ് പരിഭാഷ? സ്വസ്ഥമായി പാർക്കണം. ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് റെസ്റ്റ് എന്നാണ്. ഫോർ ഷോർട്ട് ടൈം, കുറച്ചും കൂടി റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് എന്ന വാക്ക് മരണത്തെ കാണിക്കുന്നു. മരണത്തെ പലപ്പോഴും വേദപുസ്തകം ഒരു ഉറക്കം പോലെ ആണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ വീട് അടുത്തേക്ക് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പറയുന്നത് 1260 വർഷം അവസാനിക്കുന്ന സമയത്ത് ഈ രക്തസാക്ഷികളുടെ ദൈവം പറയാണ്, നിങ്ങൾ ഇനി വിശ്രമിച്ചോളൂ, ഇനിയും കുറച്ചുകൂടി രക്തസാക്ഷികൾ നിങ്ങളുടെ കൂടെ ചേരുവാൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകരം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ന്യായം വിധിക്കും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദി സെക്കൻഡ് സ്റ്റേജ് ഓഫ് മാർട്ടിയേഴ്സ് ആണ്. നമ്മൾ വെളിപ്പാട് പ്രവചനം 6-10 വാക്യം നമ്മൾ ചിന്തിച്ചപ്പോൾ 2 ഗ്രൂപ്പ് ഓഫ് മാർട്ടിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ കാലത്തിലും വരാൻ പോകുന്ന കാലത്തിലും. കഴിഞ്ഞ കാലത്ത് നമ്മൾ ചിന്തിച്ചു അത് 1260 വർഷമാണ്. പാപ്പാത്തം മരണകരമായി മുറിവ് ഏൽക്കുന്നവരെയാണ്. അത് സംഭവിച്ചത് 1798. അതിനുശേഷം നമ്മുടെ കാലഘട്ടമായി. പക്ഷെ ഇതുവരെ വീണ്ടും ആ ഉപദ്രവം വന്നിട്ടില്ല. ഇനി ആ ഉപദ്രവം എപ്പോഴാണ്, എന്താകുന്നു?
മാനുസ്ക്രിപ്റ്റ് റിലീസസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് ആ കോട്ട് കിടക്കുന്ന മുമ്പ് വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ പേപ്പസിയാണ് ആദ്യത്തെ മൃഗമായിട്ട് കാണിക്കുന്നത്. ഇനി വരാൻ പോകുന്ന പാഠങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നു. അപ്പോൾ ഇതൊരു അപ്പിറ്റൈസർ ആയിട്ട് നിങ്ങൾ ലെസൺ എടുക്കണം. വരാൻ പോകുന്ന ലെസൺസ് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കും. കാരണം ഇനി വരാൻ പോകുന്ന എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്പർശിക്കുന്നതും വരാൻ പോകുന്ന സംഭവങ്ങൾ നമുക്ക് വിളിച്ചു കാട്ടുന്നതുമായ അധ്യായങ്ങളാണ്. ഒരു ക്ലാസ്സും പോലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം അടുത്ത ക്ലാസ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 6ാമത്തെ മുദ്രയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടക്കാം. വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ അതിനൊരു മരണകരമായ മുറിവ് ഏൽക്കുമെന്ന് പറയുന്നു. പക്ഷേ അവിടെ തന്നെ പറയുന്നുണ്ട് ആ മരണകരമായ മുറിവ് പൊറുക്കുകയും ലോകം മുഴുവനും അതിനെ കണ്ട് വിസ്മയിക്കുകയും. അപ്പോൾ 1898 അതിന് മരണകരമായ മുറിവ് ഏറ്റു. പക്ഷേ ആ മരണകരമായ മുറിവ് പൊറുക്കും. ഇത് 1900s ഇറ്റലി വത്തിക്കാനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ആ പാക്റ്റിൽ ചിലർ ചിന്തിക്കുന്നുണ്ട് അത് ഒരു മരണ മുറിവിന് പുറമെ അത് ഒരു സ്റ്റേജായിട്ട് എടുക്കും. പക്ഷേ ആ പരിപൂർണ്ണ ഇത് മരണ മുറിവ് പൊറുക്കാൻ പോകുന്നത് അമേരിക്ക എന്ന ശക്തിയാണ്. ഈ അമേരിക്ക എന്ന ശക്തിയാണ് വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ 2ാമത്തെ മൃഗം. പക്ഷേ ആ പ്രവചനം നമുക്കിപ്പോൾ കടക്കാൻ സമയമില്ല. നമ്മൾ വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ അവിടെ വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം അനുസരിച്ച് പാപ്പാത്തിന് 2ാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കോട്ട് വായിക്കാം. വി ഹാവ് നോ ടൈം ടു ലൂസ്, ട്രബിളസ് ടൈം ആർ ബിഫോർ us. നമുക്ക് നഷ്ടപ്പെടാൻ സമയമില്ല. വലിയ കഷ്ടകാലം നമ്മുടെ മുമ്പിലുണ്ട്. ദ വേൾഡ് ഇസ് സ്റ്റിർഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് വാർ. യുദ്ധത്തിൻ്റെ ആത്മാവിനാൽ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നു. സൂൺ ദ സീൻസ് ഓഫ് ട്രബിൾ സ്പോക്കൺ ഓഫ് ദ പ്രൊഫസീസ് വിൽ ടേക്ക് പ്ലേസ്. പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ കഷ്ടകാലം ഉടനെ ഉണ്ടാകും. ദ പ്രൊഫസീസ് ഇൻ ദ 11th of Daniel ആസ് നിയർലി റീച്ച് ഇസ് കംപ്ലീറ്റ് ഫുൾഫിൽമെന്റ്. 11 ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലെ പ്രവചനങ്ങൾ ഏകദേശം അതിന്റെ പരിപൂർണതയിലായി. മച്ച് ഓഫ് ദ ഹിസ്റ്ററി ദാറ്റ് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദിസ് പ്രൊഫസി വിൽ ബി റിപ്പീറ്റഡ്. എന്താണ് മച്ച് ഓഫ് ദ ഹിസ്റ്ററി that has taken place in the fulfillment of this prophecy will be repeated. പ്രവചനം വീണ്ടും നിറവേറുന്നല്ല, ആ പ്രവചനത്തിൽ നടന്ന ചരിത്രം വീണ്ടും നിറവേറും. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായവും പാപ്പാത്തത്തെ കുറിച്ച് പറയുന്നു. 36 വാക്യങ്ങളിൽ പാപ്പാത്തം 1260 വർഷം ചെയ്ത കൊടും ക്രൂരതകളെ കുറിച്ച് പറയുന്നു. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കും. ഞാനിവിടെ ഒരിക്കലും വെളിപ്പാട് പ്രവചനത്തിലുള്ള 5-ാം മുദ്രയ്ക്ക് ഡ്യുവൽ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ വ്യക്തമാക്കാതിരിക്കുന്നു. ഇത് ഡ്യുവൽ ആപ്ലിക്കേഷൻ ഇല്ല, ഒറ്റ തവണ സംഭവിക്കുന്നതാണ്. പക്ഷേ 5-ാമത്തെ മുദ്രയിൽ 2 സ്റ്റേജാണ്. ഒരു സ്റ്റേജ് നടന്നു, ഇനി ഒരു സ്റ്റേജ് നടക്കാൻ പോകുന്നു. പക്ഷേ അതിൻ്റെ ചരിത്രമാണ് ആവർത്തിക്കപ്പെടാൻ പോകുന്നത്, അല്ലാതെ കാലഘട്ടം ആവർത്തിക്കപ്പെടില്ല. അല്ലെങ്കിൽ 1860 വർഷം ഇനി അങ്ങോട്ട് അതേപോലെ ഒരു സമയക്രമം നമുക്ക് വയ്ക്കാൻ ഇല്ല. ഞാനത് വ്യക്തമാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചരിത്രം വീണ്ടും എന്തെയും ആവർത്തിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ എന്തിന് മുൻപ് അല്ലെങ്കിൽ ഈ ഉപദ്രവത്തിന് മുമ്പ് എന്തുണ്ടായിരുന്നു? വിശ്വാസത്യാഗം. ചരിത്രം ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ വിശ്വാസത്യാഗം സംഭവിച്ചതിന് ശേഷം വേണം ഈ പെർസിക്യൂഷൻ വരേണ്ടത്. ഇന്ന് നമ്മുടെ ഇടയിൽ വിശ്വാസത്യാഗം ഉണ്ടോ ഇല്ലയോ? 2-3 എപ്പിസോഡുകൾക്ക് മുൻപ് 7th Day ചർച്ചിൽ ഈ കാലഘട്ടത്തിൽ ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴാണ് അത് ഇത്രത്തോളം മുഴുത്തു വന്നതെന്ന് പറയാം. ഇനി നമ്മുടെ മുമ്പിൽ എന്താണുള്ളത്? ഈ ഉത്തരകാലമാണ്. കാരണം മച്ച് ഓഫ് ദി ഹിസ്റ്ററി വിൽ ബി റിപ്പീറ്റഡ്. In the 30th verse, a power is spoken of that shall be grieved and returned and of indignation against the holy covenant. ഇത് പിന്നെ 31-32 കോട്ടയും നമുക്കത് പ്രധാനമല്ല. പക്ഷേ അത് ആ കോട്ട് 1260 വർഷത്തെ അവരുടെ കഷ്ടകാലത്തെ കുറിച്ചാണ്. പാപ്പാത്ത് കൊണ്ടുവന്ന കഷ്ടകാലം. അതിനെക്കുറിച്ച് വീണ്ടും കോട്ട് പറയുന്നു. Scenes similar to those described in this word will take place. അന്ന് സംഭവിച്ച പോലത്തെ സംഭവങ്ങൾ ഇനി നടക്കും. അപ്പോൾ ഈ മൃഗം കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്ത് ചെയ്തോ അത് വീണ്ടും ആവർത്തിക്കപ്പെടും.
ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വെള്ളനിലയാങ്കി. നമ്മൾ ഇതുവരെ എന്ത് ചിന്തിച്ചു? എന്താണ് ആത്മാവ്? യാഗപീഠം എന്താണ്? ഇത് എവിടെ നടക്കുന്നു? അത് ന്യായവിധിയെക്കുറിച്ചും പിന്നെ ഇത് പകരം ചെയ്യുന്നതിനെ കുറിച്ചും ചിന്തിച്ചപ്പോൾ അത് എന്താണ് അർത്ഥം വരുന്നത്? പിന്നെ ഇതിന് 2 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് 1260 വർഷം, അതേപോലെ ഭാവിയിൽ മരണകരമായ മുറിവ് പൊറുക്കുന്ന സമയത്ത് പാപ്പാത്വം, അന്ന് നടന്ന പല ചരിത്രങ്ങളും വീണ്ടും ആവർത്തിക്കും. അപ്പോൾ വീണ്ടും ഇതേപോലെ നമ്മൾ രക്തസാക്ഷികളാകും. രക്തസാക്ഷികളാകണമെങ്കിൽ ഇപ്പോഴേ നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മൾ സാക്ഷികൾ ആയേ മതിയാകും. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വെള്ളനിലയെ കുറിച്ചാണ്. ഈ വെള്ളനിലയെങ്കി എന്ന് പറയുമ്പോൾ അത് അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്, അല്ലേ? വെള്ളനിലയെങ്കി. പക്ഷെ മരിച്ചവർക്ക് എങ്ങനെയാണ് ഈ വെള്ളനിലയെങ്കി കൊടുക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഇത് പറഞ്ഞു തരുന്ന ആശയം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഉള്ള സ്വഭാവം അവർക്ക് അപ്പോഴേ ഉണ്ടായിരുന്നു, മരിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ സാധിക്കില്ലായിരുന്നു. ജോണാസിനെ കണ്ടോ? ജോണാസ് എന്താണ് പറഞ്ഞത്? മരണപര്യന്തം ജീവനെ സ്നേഹിച്ചില്ല. ക്രിസ്തുവിന് വേണ്ടി എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഈ നാണക്കേടിൻ്റെ കിരീടം ഞാൻ ധരിക്കും. സ്വർഗത്തിൽ പോകാനുള്ള സ്വഭാവം അവർ രൂപീകരിച്ചു. അതാണ് അവർക്ക് വെള്ളനിലയെങ്കിൽ കൊടുത്തു എന്ന് പറയുന്നത്. അതിനുശേഷം വരാൻ പോകുന്ന 6-ാമത്തെ മുദ്ര നമ്മൾ ചെന്ന് എത്തിക്കാൻ പോകുന്ന പരിശോധന ന്യായവിധിയാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റ് ആണ്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റിൽ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനോട് വിശ്വസ്തരെന്ന ഈ രക്തസാക്ഷികൾ അവർ ശരിയായിരുന്നുവെന്ന് സ്വർഗത്തിലെ കോടതി വിധിക്കും. പക്ഷെ ഭൂമിയുടെ കോടതി അനുസരിച്ച് അവരെന്താണ്? മതഭ്രാന്തന്മാരായിരുന്നു, മതത്തിനെതിരായിരുന്നു, കോമൺ ഗുഡിനെതിരായിരുന്നു, സർക്കാരിനെതിരായിരുന്നു, നിയമത്തിനെതിരായിരുന്നു. അവർ കുറ്റക്കാരാണ്. പക്ഷെ സ്വർഗത്തിൽ അവർ കുറ്റക്കാരല്ല എന്ന് കഴിയും. പ്രപഞ്ചത്തിന് മുമ്പിൽ അവർ കുറ്റക്കാരെന്ന് മനസ്സിലാവും. ഇറ്റ് വിൽ ബി റിവീൽഡ് ദാറ്റ് ദേ ഹാഡ് വൈറ്റ് റോബ്സ് ഓഫ് ക്രൈസ്റ്റ് റൈച്ചസ്നെസ് വെൻ ദേ ഡൈഡ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അവർ മരിക്കുന്ന സമയത്ത് അവർക്ക് ക്രിസ്തുവിന്റെ നീതി ഉണ്ടായിരുന്നു. അതാണ് വെള്ളനിലയെങ്കിൽ. ദി ഇൻവെസ്റ്റിഗേറ്റീവ് പ്രീ ജഡ്ജ്മെന്റ് വിൽ നോട്ട് കൺഫർ ദി റോങ് ബട്ട് വിൽ റാദർ റിവീൽ ദ മാർട്ടിയേഴ്സ് ഹാഡ് ഇറ്റ് വെൻ ദേ ഡൈഡ്. ഞാൻ ഒന്നും കോട്ട് ചെയ്തതല്ല, ഞാൻ എൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പരിശോധന ന്യായവിധി നടക്കുന്ന സമയത്ത് ആർക്കും വെള്ളനിലയെങ്കിൽ കിട്ടത്തില്ല. പക്ഷെ അത് കാണിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് വിശ്വാസത്താൽ അവരുടെ സ്വഭാവത്തിൽ വെള്ളനിലയെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് നീതി ഉണ്ടായിരുന്നു. ക്രിസ്തു തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് അക്ഷരാർത്ഥത്തിലുള്ള വെള്ളനിലയെങ്കിൽ ആദാമിനും ഹവ്വയ്ക്കും പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ട ആ വസ്ത്രം, ആ വെളിച്ചത്തിൻ്റെ വസ്ത്രം അവർക്ക് തിരികെ ലഭിക്കും. ഈ കോൺസെപ്റ്റ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. തീർച്ചയായും നമുക്ക് ആ വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22 ഒരു ഉപമയാണ്, നമുക്ക് ഏവർക്കും സുപരിചിതമായ ഉപമയാണ്. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 11-12. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവൻ കണ്ടു. വിരുന്നുകാരനെ നോക്കുവാൻ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്തു? ഇൻവിറ്റേഷൻ കൊടുത്തു. അതിനുശേഷം രാജാവ് വന്നു. പക്ഷെ രാജാവ് വരുന്ന സമയത്ത് എല്ലാവരും എന്ത് ഇട്ടിരിക്കണം എന്ന് കാണാൻ രാജാവ് ആഗ്രഹിച്ചത് വെള്ളനിലയെങ്കിൽ. അപ്പോൾ രാജാവ് വരുന്നതിന് മുമ്പ് അവർക്ക് എല്ലാവർക്കും എന്തുണ്ടാകണം? വെള്ളനിലയെങ്കിൽ. ക്രിസ്തു വരുന്നത് വരെ എനിക്ക് ഇതേ ശരീരമായിരിക്കുമോ? തീർച്ചയായും. അപ്പോൾ എന്താണ് ഈ വെള്ളനിലയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്വഭാവത്തിലുള്ള നീതി. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. അപ്പോൾ പരിശോധന ന്യായവിധി, ഇതൊരു പരിശോധന ന്യായവിധി ചിത്രമാണ്. രാജാവ് എല്ലാവരും വന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് മാത്രം നീതിയുടെ വസ്ത്രമില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യും? രാജാവ് പരിശോധിച്ചു, ആ വ്യക്തി കുറ്റക്കാരനാണെന്ന് കണ്ടു. അപ്പോൾ പരിശോധന ന്യായവിധിക്ക് മുൻപ് നീതിയുടെ വസ്ത്രം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? രാജാവ് എന്ത് ചെയ്തു? എല്ലാവർക്കും ക്ഷണം നൽകി, സുവിശേഷം അറിയിച്ചു, അവരെ ന്യായം വിധിക്കുകയാണ്. ന്യായം വിധിക്കുന്ന സമയത്ത് എന്ന് നോക്കി, അവന് ന്യായം വിധിക്കുന്ന സമയത്തോ അല്ല അവന് വസ്ത്രം കൊടുത്തത്, പക്ഷെ അതിന് മുൻപേ അവന് വസ്ത്രം, ന്യായവിധി സമയത്ത് അവന് വസ്ത്രം ഉണ്ടോ എന്നാണ് നോക്കിയത്. അപ്പോൾ അവന് വസ്ത്രം ഇതിന് മുൻപേ ലഭിക്കണം. 1844 ന്യായവിധി തുടങ്ങിയത് ആർക്ക് വേണ്ടിയാണ്?
1944 മരിച്ചവർക്കാണ് ആദ്യം ന്യായവിധി തുടങ്ങിയത്. അപ്പോൾ ന്യായവിധി തുടങ്ങുന്ന സമയത്ത്, കാരണം മരിച്ചതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ രക്ഷയ്ക്ക് വേണ്ടി? ഇല്ല. സർവപ്രസിംഗമായിരുന്ന അവൻ്റെ എല്ലാം നിന്നുപോയതാണ്. അവൻ്റെ സൂര്യനിൽ അവന് യാതൊന്നിനും പങ്കില്ല, അവൻ്റെ ചിന്തയ്ക്ക് നിന്നുപോയി. മരണത്തിന് ശേഷം അവർക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ മരണത്തിന് മുൻപേ അവർക്ക് എന്ത് ഉണ്ടാകണം? വെള്ളനിലയെങ്കിൽ ക്രിസ്തുവിൻ്റെ നീതി. നമ്മുടെ മരണം എപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. മരിച്ചവരിൽ നിന്നും ജീവനോടുള്ള ന്യായവിധിയിലേക്ക് കടക്കുന്ന മുമ്പ് നമ്മൾ അതുവരെ നമ്മൾ ജീവനോടിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം, ഇപ്പോൾ എനിക്ക് വെള്ളനിലയുണ്ടോ? ഞാൻ ഇല്ലെങ്കിൽ, ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ന്യായവിധി എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം നിലയെങ്കിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ അവർക്ക് വെള്ളം നിലയെങ്കിൽ കൊടുക്കും എന്ന് പറഞ്ഞത് മരണസമയത്ത് അവർക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം അവരിൽ ഉണ്ടെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇത് ഉദാഹരണത്തിന്, ഞാൻ ഒരു ഗ്രാജുവേഷനാണ്, എൻ്റെ ഡിഗ്രി കിട്ടേണ്ട സമയം, ഞാൻ പരീക്ഷ ചെയ്തെല്ലാം പാസ്സായി. അന്ന് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഞാൻ പ്രസൻ്റ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഞാൻ അവിടെ ഇല്ലെങ്കിലും എനിക്കത് ഡിഗ്രി കിട്ടി, എൻ്റെ കയ്യിൽ കിട്ടിയോ ഇല്ല, പക്ഷെ അത് പ്രഖ്യാപിച്ചു, ഐ ആം ഗ്രാജുവേറ്റ്. ഇത് തന്നെയാണ് ന്യായവിധിയിലും സംഭവിക്കുന്നത്. അവിടെ പ്രഖ്യാപിക്കും എനിക്ക് വെള്ളനിലയുണ്ടെന്ന്. പക്ഷെ അക്ഷരാർത്ഥത്തിന്റെ വില തന്നെ എനിക്ക് എപ്പോൾ കിട്ടും? ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ. അതുകൊണ്ടാണ് വെളിപ്പാട് പ്രവചനം 3-ാം അധ്യായത്തിൽ ലോകത്തെ ജയിക്കുന്നത് അവർക്ക് വെള്ളയെടുപ്പ് അവർക്ക് ധരിക്കാൻ ലഭിക്കുമെന്ന് അവിടെ വ്യക്തമാകുന്നു. ഇത് നമുക്ക് വീണ്ടും വീണ്ടും വ്യക്തമായി കാണും. കൗൺസിൽസ് ഓഫ് എഡ്യൂക്കേഷൻ പേജ് 237-ൽ when Christ shall come he will not change the character of any individual. ക്രിസ്തു വരുന്ന സമയത്ത് അവൻ ആരുടെയും സ്വഭാവം മാറ്റില്ല. നമ്മുടെ സ്വഭാവം നമ്മളായിട്ട് രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. Precious probationary time is given to be improved in washing our robes of character and making them white in the blood of lamb. നമുക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ കൃപയുടെ കാലം പ്രഷ്യസ്, വളരെ മൂല്യമായ ആ മൂല്യമുള്ള സമയമാണ് നമ്മൾ സിനിമകളിലും ഗെയിമുകളിലും അലസമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കളയുന്നത്. അത് എന്തിനു വേണ്ടിയുള്ള സമയമാണ്? ഇത് പറയുന്നത് നമ്മുടെ സ്വഭാവമാകുന്ന വസ്ത്രത്തെ അലക്കാൻ, വെളുപ്പിക്കാൻ. എന്തിലാണ് അത് വെളുപ്പിക്കേണ്ടത്? Testimonies volume 3 page 183. The provisions are made for us to wash. അപ്പോൾ ദൈവം നമുക്ക് അത് കഴുകി കളയാനുള്ള വഴി ഒരുക്കി എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ എൻ്റെ വസ്ത്രം കഴുകണം, പക്ഷേ വസ്ത്രം കഴുകാനുള്ള സോപ്പും വെള്ളവും ദൈവം എനിക്ക് നൽകും. The foundation has been prepared at an infinite expense. ഇതിന് fountain has been prepared. ഇത് നനയ്ക്കേണ്ട ഫൗണ്ടൻ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ സ്രോതസ് വലിയ വില കൊടുത്തിട്ടാണ് ദൈവം അത് നമുക്ക് സ്ഥാപിച്ചെടുത്തത്. ആൻഡ് ദ ബർഡൻ ഓഫ് വാഷിംഗ് റെസ്റ്റ് അപ്പോൺ us. നമ്മുടെ സ്വഭാവമാകുന്ന നമ്മുടെ നിലയെങ്കിൽ കഴുകേണ്ട ഭാരം ആരുടെ മേലാണ്? കാരണം വെളിപ്പാട് പറയുന്നു, ക്രിസ്തുവിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം അലക്കി വെളുപ്പിച്ചവരാണ് സ്വർഗത്തിൽ കയറുമ്പോൾ. ആരാണ് അലക്കി വെളുപ്പിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നമ്മുടെ നീതിയിൽ നിന്നും ക്രിസ്തു നീതിയിൽ നിന്നും രണ്ടെടുത്തിട്ട് പറയുന്നു. ആരാണ് നമ്മുടെ നീതി? ക്രിസ്തുവാണ്. പക്ഷെ ആരുടെ പ്രവൃത്തിയാണ്? ആരും ദൈവത്തോടൊത്ത് പ്രവർത്തിക്കണം നമ്മൾ ഓരോ വ്യക്തികളും. Who are imperfect before God. The Lord does not propose to remove this spot of defilement without our doing anything on our part. ദൈവം ഒരിക്കലും നമ്മുടെ സ്വഭാവത്തിലെ കുറവുകൾ, ന്യൂനതകൾ ഒന്നും നമ്മളൊന്നും ചെയ്യാതെ മാറ്റത്തില്ല. ആദ്യം തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. എനിക്ക് ദുശ്ശീലം മാറ്റണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ഈ സ്വഭാവം മാറ്റണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് രക്ഷ നേടണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. എന്നാലേ ദൈവം നമ്മൾ പ്രവർത്തിക്കുള്ളൂ. നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് ഈ ദുശ്ശീലത്തിലുള്ള ഇഷ്ടം ദൈവം എടുത്തു മാറ്റും, അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇത് ദൈവം ഒരിക്കൽ എന്നെ മാറ്റിത്തരും, അതുവരെ ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കും. തെറ്റ്. നമ്മളാണ് അലക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ രക്തം, ക്രിസ്തു നമുക്കതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. We must wash our robes in the blood of lamb. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ അതിൽ കഴുകണം. We may lay hold of the merit of the blood of Christ by faith, and through His grace and power we may stand to overcome our errors. നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാൽ നമുക്ക് അതിൽ തൂങ്ങി നിൽക്കാം. അവൻ്റെ ശക്തിയാൽ, അവൻ്റെ കൃപയാൽ
നമ്മുടെ തെറ്റുകൾ അതിജീവിക്കാൻ നമുക്ക് ശക്തി ലഭിക്കും. നമ്മുടെ സ്വഭാവത്തിലെ ന്യൂനതകൾ അതിജീവിക്കാൻ ദൈവം നമുക്ക് ശക്തി. പക്ഷെ ആര് അതിജീവിക്കണം? നമ്മൾ അതിജീവിക്കണം. ഞാൻ അതിനുവേണ്ടി പണിയെടുക്കണം. അന്ന് നോഹ പെട്ടകം പണിതതുപോലെ, നോഹ പെട്ടകം പണിതതല്ല നോഹയെ രക്ഷിച്ചത്. പക്ഷെ നോഹ ഒരു പ്രവൃത്തി ചെയ്തു. എബ്രായർ 11:12 എല്ലാവരും അവരുടെ പ്രവൃത്തി ചെയ്തു. ഞാനും നിങ്ങളും പ്രവൃത്തി ചെയ്യണം. ഞാനത് കോട്ട് ഞാൻ കൂടുതൽ വായിക്കില്ല, നമുക്ക് സമയമില്ല, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. ഇനി നമ്മൾ വീണ്ടും തിരിച്ച്, അപ്പോൾ നമ്മൾ വെള്ളം നൽകിയെന്ന് ചിന്തിച്ചു. നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് വീണ്ടും ഒന്ന് സംഗ്രഹിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് വേറെ എവിടെയെല്ലാം 2 ഗ്രൂപ്പ് മാർട്ടിയേഴ്സ്, 2 ഗ്രൂപ്പ് രക്തസാക്ഷികൾ ഉള്ള കാര്യം നമുക്ക് വേറെ എവിടെയെല്ലാം കാണാം. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായവും 8-ാം അധ്യായം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാം. കാരണം ദാനിയേലിന്റെ 7-ൽ ഇതേ കൊമ്പിനെ കുറിച്ച് ചെറിയ കൊമ്പ് അത് സമയത്ത് നിയമത്തെ മാറ്റും, അതേപോലെ ദൈവത്തിന് വിശുദ്ധന്മാരെ നശിപ്പിച്ച് കളയും എന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം ഒരു ന്യായവിസ്താര സഭയിരുന്നു. ക്രിസ്ത്യാനികളെ വിശുദ്ധന്മാരെ കൊന്നൊടുക്കിയതിനു ശേഷം, അതല്ലേ 5-ാം മുതൽ നമ്മൾ കണ്ടത്. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എപ്പോൾ ന്യായം വിധിക്കും? വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. പലപ്പോഴും ഇത് രണ്ടും ഒന്നാണ്. അല്ല ദൈവമക്കളെ, ഇത് രണ്ടും ഒന്നല്ല. ഒന്ന് ന്യായവിധി, ഒന്ന് പ്രതികാരം. ന്യായവിധി എപ്പോൾ ആരംഭിച്ചു? 1844. 5-ാം മുദ്ര എപ്പോൾ ചെയ്യുമെന്ന് ചോദിച്ചു. 6-ാമത്തെ മുദ്രയിൽ എന്ത് സംഭവിക്കുന്നു? ന്യായവിധി തുടങ്ങുന്നതിന് മുൻപുള്ള അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. 1844 ന്യായവിധി തുടങ്ങി. ആ ന്യായവിധിയിൽ രക്തസാക്ഷികൾ ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടായിരുന്നുവെന്നും അവരായിരുന്നു ശരിയെന്ന് ലോകം മുഴുവനും വിധിക്കും. പക്ഷേ ദൈവം പിന്നെ എന്ത് ചെയ്യും? ആ നീതി നടപ്പിൽ വരുത്തും ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ. അതിനുശേഷമുള്ള 1000 വർഷശേഷം ഇവർക്കുള്ള ശിക്ഷാവിധി ലഭിക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്നല്ല, രണ്ടും 2 കാര്യങ്ങളാണ്. അപ്പോൾ ന്യായവിധി എന്ന് പറയുന്നത് നമ്മളുടെ കേസ് സ്വർഗത്തിൽ എടുക്കുന്നതാണ്. അവിടെ ദൈവത്തിൻ്റെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. അതിനുശേഷം ആ വിധി നടപ്പിൽ വരുത്തുന്നത്, വിശുദ്ധന്മാർക്ക് വേണ്ടി നടപ്പിൽ വരുത്തുന്നത്, ഉപദ്രവിച്ചയ്ക്ക് എതിരെ നടപ്പിൽ വരുത്തുന്ന ക്രിസ്തു രണ്ടാമത് വരുമ്പോഴാണ്. അപ്പോഴാണ് വിശുദ്ധന്മാർക്ക് അവരുടെ പ്രതിഫലം കിട്ടുന്നത്. ദാനിയേൽ 8:14 വായിച്ചു നോക്കുകയാണെങ്കിൽ അതിന് അവൻ എത്രത്തോളമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ദാനിയേൽ 8:14 പറയുന്നു, അതിന് അവൻ അവനോട് 2300 സന്ധ്യവിശുദ്ധ തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരവും കൂടെ വിശുദ്ധന്മാരും എല്ലാവരും യഥാസ്ഥാനപ്പെടും. അപ്പോൾ എത്രത്തോളം കാത്തിരിക്കണം? 2300 സന്ധ്യവിശുദ്ധ വരെ. അത് എപ്പോൾ അവസാനിക്കും? 1844. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 5-ാമത്തെ മുദ്രയും 6-ാമത്തെ മുദ്രയും തമ്മിൽ ബന്ധമാണ്. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ദൈർഘ്യമേറിയതാണ്, ക്ഷമ ചോദിക്കുന്നു. 5-ാമത്തെ മുദ്രയ്ക്കും 2 ഭാഗമുണ്ട് അതുകൊണ്ട് 6-ാമത്തെ മുദ്രയ്ക്കും 2 ഭാഗമുണ്ട്. 5-ാമത്തെ മുദ്ര ഒരു ഭാഗം 1260 വർഷം നടന്നാണ്. ഇനിയുള്ള ഒരു ഭാഗം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലാണ്. അതേപോലെ 6-ാമത്തെ മുദ്രയ്ക്കും 2 ഭാഗമുണ്ട്. 6-ാമത്തെ മുദ്രയുടെ ആദ്യത്തെ ഭാഗം 6-ാം അധ്യായം 12-ഉം 13-ഉമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 5-ാമത്തെ മുദ്രയിലുള്ള ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ന്യായവിധിയാണ്. പിന്നെ 2-ാമത്തെ ഭാഗം 6-ാമത്തെ മുദ്രയിൽ കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 14 മുതൽ 17ആണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വിശുദ്ധന്മാരുടെ അവഞ്ചിങ് ആണ്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം, ഞാനിത് കൂടുതൽ ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. 5-ാമത്തെ മുദ്രത്തെ 2 ഭാഗം 1260 വർഷം ജീവിച്ച രക്തസാക്ഷികളും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ജീവിച്ച രക്തസാക്ഷികളും. അതേപോലെ 6-ാമത്തെ മുദ്രയ്ക്കും 2 ഭാഗം. കാരണം 5-ാമത്തെ മുദ്ര ഈ 2 ഗ്രൂപ്പും എന്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നത്? ഫോർ ജഡ്ജ്മെന്റ് ആൻഡ് അവഞ്ചിങ്, അല്ലെങ്കിൽ ന്യായവിധിക്കും പ്രതികാരം. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ആണ് 6-ാമത്തെ മുദ്രയുടെ ആദ്യ ഭാഗം. ആ ഭാഗം നമ്മൾ ചെന്ന് എത്തിക്കുന്നത് ജഡ്ജിങ് ആണ്, ന്യായവിധിയാണ്. 6-ാമത്തെ മുദ്രയ്ക്ക് ഉള്ള 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 14 മുതൽ 17 വാക്യമാണ്. ആ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതികാരമാണ്.
അത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്നത്. അപ്പോൾ 5-ാം മുദ്രയ്ക്ക് 2 ഭാഗമുള്ളതുപോലെ 6-ാം മുദ്രയ്ക്കും 2 ഭാഗമുണ്ട്. 5-ാമത്തെ മുദ്രയ്ക്ക് 2 ഭാഗം ഉണ്ടായിരുന്നു, 6-ാമത്തെ മുദ്രയ്ക്കും. 5-ാമത്തെ മുദ്രയ്ക്ക് 1260 വർഷം നടന്നതും പിന്നെ ഇനി പാപ്പാത്തിൻ്റെ മരണ മുറിവ് പുറക്കുന്ന സമയത്ത് സംഭവിക്കുന്നു. 6-ാമത്തെ മുദ്രയുടെ ആദ്യത്തെ ഭാഗം 5-ാമത്തെ മുദ്രയിൽ പറയുന്നു, ജഡ്ജ്മെൻറ്റും വേണം, റിവെഞ്ചും വേണം, അവഞ്ചും വേണം, ന്യായവിധി വേണം, പ്രതികാരം വേണം. ന്യായവിധി 6-ാമത്തെ മുദ്രയുടെ ആദ്യ ഭാഗം, പ്രതികാരം 6-ാമത്തെ മുദ്രയുടെ 2-ാം ഭാഗം. ഈ കാര്യം മാത്രം നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. ഇനി സഹോദരി എലൻ ജി വൈറ്റ് 5-ാമത്തെ മുദ്രയുടെ സമയക്രമത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു? ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ ഇൻ ദ 13th century വാസ് എസ്റ്റാബ്ലിഷ് ദ മോസ്റ്റ് ടെറിബിൾ ഓഫ് പേപ്പസി, ദി ഇൻക്വിസിഷൻ. ഇത് നമ്മൾ നേരത്തെ വായിച്ചതാണ്. ദൈവത്തിന് അവർ ചെയ്ത എല്ലാ ദുഷ്ടതയും ദൈവത്തിൻ്റെ ദൂതൻ അവിടെ നിന്ന് എഴുതി. എന്നിട്ട് അവിടെ ഏറ്റവും അവസാനത്തെ സെന്റൻസ് പറയുന്നത്, ദ മാർട്ടിയർഡ് ഫോംസ് ഓഫ് മില്യൺസ് ഓഫ് മാർട്ടിയർ, ദ മാംഗിൾഡ് ഫോംസ് ഓഫ് മില്യൺസ് ഓഫ് മാർട്ടിയർ ക്രൈ ടു ഗോഡ് ഫോർ വെഞ്ചൻസ് ആൻഡ് അപ്പോസിറ്റ് പവർ. അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു? ആദ്യത്തെ ഗ്രൂപ്പ്. അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അപ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത്. പക്ഷെ അതേപോലെ ഇനിയും വരാൻ പോകുന്ന രക്തസാക്ഷികളെ കുറിച്ചും എലൻ ജി വൈറ്റ് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞു പോയ രക്തസാക്ഷികളാണ്, ഇനി വരാൻ പോകുന്ന രക്തസാക്ഷികളെ കുറിച്ചും പറയുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ടൈം ഫ്രെയിം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 15th century മുതൽ 18th century വരെയുള്ള സംഭവമാണ്. കറക്റ്റ് ടൈം ഫ്രെയിമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനുശേഷം വരാൻ പോകുന്നതാണ് ഫ്യൂച്ചർ മാർട്ടിയേഴ്സ്. അതിനെക്കുറിച്ച് എലൻ ജി വൈറ്റ് പറയുന്നത് റിവ്യൂ ആൻഡ് ഹെറാൾഡിൽ, വെൻ ദി ഡിഫെൻസ് ഓഫ് ഗോഡ്സ് ലോ ഇസ് ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ, ദൈവത്തിൻ്റെ നിയമം പ്രാപഞ്ചികമായിട്ട് അതിനെതിരെ പോകുമ്പോൾ, വെൻ ദ പീപ്പിൾ ആർ പ്രസ്ഡ് ഇൻ അഫ്ലിക്ഷൻ ബൈ ദ ഫെല്ലോ മാൻ, സഹ മനുഷ്യരിൽ നിന്ന് അവർക്ക് ഉപദ്രവം കൂടുമ്പോൾ ഗോഡ് വിൽ ഇന്റർപോസ്, ദൈവം ഇടപെടും. Then will the voice be heard from the graves of martyrs. അതിനുശേഷം രക്തസാക്ഷികളുടെ കല്ലറയിൽ നിന്നും ശബ്ദം കേൾക്കും. Represented by the soul that John saw slain for the word of God and for the testimony. അവർ രക്തസാക്ഷിയുടെ ശബ്ദം കല്ലറയിൽ നിന്ന് കേൾക്കും. അത് ഏതിനോട് എലൻ ജി വൈറ്റ് ഉപമിക്കുന്നത്? യോഹന്നാൻ കണ്ടതുപോലെ ദൈവവചനത്തിനും യേശുവിൻ്റെ സാക്ഷിന് വേണ്ടി അറുക്കപ്പെട്ട ആത്മാക്കൾ. അത് ഏത് മുദ്രയാണ്? 5-ാമത്തെ മുദ്ര. ഇനി അത് കൂടുതൽ വായിക്കുന്നില്ല. ഈ കോട്ട് നിങ്ങൾ മുഴുവനും വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. ഇത് വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച്. അപ്പോൾ എലൻ ജി വൈറ്റ് 5-ാമത്തെ മുദ്രയ്ക്ക് കഴിഞ്ഞു പോയ കാലഘട്ടവുമായിട്ടും വരാൻ പോകുന്ന കാലഘട്ടവും ബന്ധിപ്പിച്ചുള്ള 2 കോട്ട് നമ്മൾ കാണും. ഇനി ഇഷ്ടംപോലെ കോട്ട്സ് ഉണ്ട്, അത് കൂടുതലും വരാൻ പോകുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 5 മുദ്രയ്ക്ക് 2 സ്റ്റേജ് ഉണ്ട്. ഇത് വേറൊരു കോട്ടാണ്, അതിന് നിങ്ങളെ സഹായിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഏറ്റവും അവസാനമായി ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇതനുസരിച്ച് പറയുന്നത്, Testimonies volume 9, it is impossible to give any idea of the experience of the people of God who shall be alive upon the earth when the celestial glory and the repetition of the persecution of the past are blended. ഒരു മനുഷ്യന് പോലും അത് വിവരിക്കാൻ പോലും പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയുടെ കാലം, അതാണ് സെലസ്റ്റിയൽ ഗ്ലോറി. ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്മഴയുടെ കാലത്തും ഈ ആദ്യ കാലഘട്ടത്തിൽ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ ഉപദ്രവം വീണ്ടും ആവർത്തിക്കുമ്പോൾ കൊട്ടേഷൻ ആഫ്റ്റർ കൊട്ടേഷൻസ് വചനങ്ങൾ നമുക്കുണ്ട്. അന്നുണ്ടായ സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടും. ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് വെളിപ്പാട് പ്രവചനത്തിലുള്ള 5-ാമത്തെ മുദ്രയ്ക്ക് 2 ഘട്ടം ഉണ്ട്. ഇന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ദൂത്, എനിക്ക് ഇപ്പോൾ വെള്ളം നിലയെങ്കിലുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ, ഇല്ലെങ്കിൽ അതിപ്പോൾ ഞാൻ കരസ്ഥമാക്കാൻ ശ്രമിക്കണം. കാരണം പാപ്പാത്ത വന്ന് ചെയ്തതുപോലെ ഉപദ്രവകാലം ഇനി വരാൻ പോകുന്നു. സഹോദരി എലൻ ജി വൈറ്റ് അത് വ്യക്തമാക്കുന്നു. അതേപോലെ അത് നമുക്ക് വീണ്ടും പ്രവചനത്തിൽ കൂടി നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണാൻ സാധിക്കുന്നു. 6-ാമത്തെ മുദ്രയ്ക്ക് 2 ഘട്ടമുണ്ട്. ഒരു ഘട്ടം കടന്നു, അത് നമ്മൾ 6-ാമത്തെ മുദ്ര അടുത്ത എപ്പിസോഡിൽ പഠിക്കും എന്തൊക്കെയാണ് നടന്നത്. പക്ഷേ 6-ാമത്തെ മുദ്ര ചില കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട്. 5-ാമത്തെ മുദ്രയ്ക്ക് 2 ഘട്ടമുള്ളതുപോലെ 6-ാമത്തെ മുദ്രയ്ക്കും 2 ഘട്ടമുണ്ട്. ഒരു ഘട്ടം നടന്നു, ഇനി ഒരു ഘട്ടം നടക്കാനിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ തയ്യാറാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗാസനത്തിൽ വസിക്കുന്ന അടികളിൽ മാത്രമായിട്ട് പിതാവേ, അടികളുടെ സന്നിധിയിലേക്ക് പിതാവെ കടന്നു വരുന്നു. ഈ പഠനത്തിൽ ദൈവം കൂടെ നിന്ന് കൃപ ദൈവത്തിന് സ്തുതിക്കുന്നു. പിതാവെ, അടിയങ്ങളെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ശക്തിയിലേക്കും കൃപിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതാർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ കൂടെ ഇരിക്കാനും അവരെ ഇതിൽ ശക്തീകരിക്കാനും കൃപ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.